ഹലോ ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് പോയി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ ക്ലാസ്സിന് വ്യൂസ് വളരെ കുറവായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്തതിന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ജയിലുകളുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി അതിൻ്റെ കുറച്ച് സ്ട്രക്ചേഴ്സ് കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് പഠിച്ചു പോവാം. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കേരള സംസ്ഥാന രൂപീകരണത്തോടെ താഴെ പറയുന്ന ജയിലുകളും മറ്റു സംവിധാനങ്ങളും ജയിൽ വകുപ്പിൽ നിലവിൽ വന്നു. അപ്പോൾ എന്താണ് കേരള സംസ്ഥാന രൂപീകരണം? കേരള സംസ്ഥാന രൂപീകരണത്തോടെ താഴെ പറയുന്ന ജയിലുകളും മറ്റു സംവിധാനങ്ങളും ജയിൽ വകുപ്പിൽ നിലവിൽ. അപ്പോൾ ഏതൊക്കെ ജയിലാണ് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ജയിലുകളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ജയിൽ IG-യുടെ കാര്യാലയം കേട്ടോ, ജയിൽ IG-യുടെ കാര്യാലയം. രണ്ടാമത്തെ എന്താണ് കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലുകൾ. അപ്പോൾ സെൻട്രൽ ജയിലുകൾ എവിടെയൊക്കെയാണ്? കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലുകൾ. അടുത്തത് സ്പെഷ്യൽ സബ് ജയിൽ കോഴിക്കോട്. അതുപോലെ തന്നെ A ക്ലാസ് സബ് ജയിലുകൾ 9 എണ്ണം. അതുപോലെ തന്നെ B ക്ലാസ് ഓർ സാധാരണ സബ് ജയിലുകൾ 48 എണ്ണം. അതുപോലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് ഒരു ബോസ്റ്റൽ സ്കൂളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കുക. കേരള സംസ്ഥാന രൂപീകരണത്തോടെ താഴെ പറയുന്ന ജയിലുകളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും ജയിൽ വകുപ്പിൽ നിലവിൽ വന്നു. അതായത് കേരള സംസ്ഥാന രൂപീകരണത്തോടെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വന്നത്? ജയിൽ IG-യുടെ കാര്യാലയം പഠിച്ചു വെക്കുക. ജയിൽ IG-യുടെ കാര്യാലയം, അതുപോലെ തന്നെ കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലുകൾ, സ്പെഷ്യൽ സബ് ജയിൽ കോഴിക്കോട്, A ക്ലാസ് സബ് ജയിലുകൾ 9 എണ്ണം. അതുപോലെ തന്നെ B ക്ലാസ് ഓർ സാധാരണ സബ് ജയിലുകൾ 48 എണ്ണവും. അവസാനം ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് ഒരു ബോസ്റ്റൽ സ്കൂളൂടെ വന്നു. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് കേരള സംസ്ഥാന രൂപീകരണത്തോടെ വന്നിട്ടുള്ള ജയിലിൻ്റെ സംവിധാനങ്ങളും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ചില സബ് ജയിലുകൾ നിർത്തലാക്കുകയും പുതിയ ജയിലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പഠിച്ചു വെക്കുക. സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ചില സബ് ജയിലുകൾ നിർത്തലാക്കുകയും പുതിയ ജയിലുകൾ സ്ഥാപിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ചില സബ് ജയിലുകൾ നിർത്തലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പുതിയ ജയിലുകൾ സ്ഥാപിക്കുകയും ചെയ്തു കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്തത് 1962 സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ തിരുവനന്തപുരത്തെ നെട്ടുകാൽത്തേരിയിലും 1990 ആദ്യത്തെ വുമൺ പ്രിസൺ നെയ്യാറ്റിൻകരയിലും സ്ഥാപിക്കപ്പെട്ടു. പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പിച്ചോളൂ. അപ്പോൾ പഠിച്ചു വെക്കുക. 1962 നോട്ട് ചെയ്തോണേ, ഈ വർഷം ഓർത്ത് വെച്ചോണേ. 1962 സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ പ്രിസൺ എവിടെയാണ്? തിരുവനന്തപുരത്തെ നെട്ടുകാൽത്തേരിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ നിലവിൽ വന്നത്. എന്നാണ് വന്നത്? 1962. അതുകൂടാതെ തന്നെ 1990 ആദ്യത്തെ വുമൺ പ്രിസൺ സംസ്ഥാനത്ത് എവിടെയാണെന്ന്? നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ. നെയ്യാറ്റിൻകരയിൽ സ്ഥാപിക്കപ്പെട്ടു. എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1990. പഠിച്ചു വെക്കുക. ഒന്നുകൂടെ പറയാം. 1962 സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ ജയിലാണ്. ഓപ്പൺ പ്രിസൺ തിരുവനന്തപുരത്തെ നെട്ടുകാൽത്തേരിയിലും, അതുപോലെ തന്നെ 1990 ആദ്യത്തെ വുമൺ പ്രിസൺ നെയ്യാറ്റിൻകരയിലും സ്ഥാപിക്കപ്പെട്ടു. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. 2007 നോട്ട് ചെയ്തോണേ. 2007 സംസ്ഥാനത്തെ രണ്ടാമത്തെ ഓപ്പൺ പ്രിസൺ ചീമേനിയിൽ സ്ഥാപിച്ചു. അപ്പോൾ പഠിച്ചു നോക്കാം. നമ്മളറിയാം ആദ്യത്തെ ഓപ്പൺ പ്രിസൺ 1962 ആദ്യത്തെ ഓപ്പൺ പ്രിസൺ നെട്ടുകാൽത്തേരിയിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിലാണ് സ്ഥാപിച്ചത്. അതിനുശേഷം 2007 സംസ്ഥാനത്തെ രണ്ടാമത്തെ ഓപ്പൺ പ്രിസൺ ചീമേനിയിൽ സ്ഥാപിച്ചു. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, സംസ്ഥാനത്തെ രണ്ടാമത്തെ ഓപ്പൺ പ്രിസൺ എവിടെയാണ് സ്ഥാപിച്ചത്? ചീമേനിയിലാണ്. അപ്പോൾ എന്നാണ് സ്ഥാപിച്ചത്? 2007. അപ്പോൾ ഈ ഡേറ്റുകളൊന്നും മറന്നുപോലെ ഞാൻ ഒന്നുകൂടെ പറയാം. ഡേറ്റുകൾ മറന്നുപോലെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ എവിടെയാണ് സ്ഥാപിച്ചത്? 1962. അതുപോലെ എവിടെയാണ്? തിരുവനന്തപുരത്തെ നെട്ടുകാൽത്തേരിയിലാണ്. രണ്ടാമത്തെ ഓപ്പൺ പ്രിസൺ എവിടെയാണ് സ്ഥാപിച്ചത്? ചീമേനിയിലാണ് സ്ഥാപിച്ചത്. 2007 സ്ഥാപിച്ചത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. 2009 ഒരു വുമൺ പ്രിസൺ കണ്ണൂരിലും 2011 ഒരു വുമൺ പ്രിസൺ തൃശ്ശൂരിലും സ്ഥാപിച്ചു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. നമ്മൾ പഠിച്ചു 1990 ആദ്യത്തെ വുമൺ പ്രിസൺ നെയ്യാറ്റിൻകരയിൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ അതേ കണക്ട് ചെയ്തതിന് അതിനുശേഷം 2009 ഒരു വുമൺ പ്രിസൺ കണ്ണൂരിലും 2009 നോട്ട് ചെയ്തോണേ
ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ 2009 ഒരു വിമൺ പ്രിസൺ കണ്ണൂരിലും 2011 ഒരു വിമൺ പ്രിസൺ തൃശ്ശൂരും സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ക്ലിയർ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയാൻ നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചോണം. 1990 ആദ്യത്തെ വുമൺ പ്രിസൺ നെയ്യാറ്റിൻകര സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം 2009 ഒരു വുമൺ പ്രിസൺ കണ്ണൂരിലും 2011 ഒരു വുമൺ പ്രിസൺ തൃശ്ശൂരിലും സ്ഥാപിച്ചു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2013 ആദ്യത്തെ വനിതാ ഓപ്പൺ പ്രിസൺ പൂജപ്പുരയിൽ സ്ഥാപിച്ചു. പൂജപ്പുര എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചെന്താണ്? ആദ്യത്തെ ഓപ്പൺ പ്രിസൺ അഥവാ ഓപ്പൺ ജയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ പ്രിസൺ എന്ന് പറയുമ്പോൾ ഓപ്പൺ ജയിലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അത് ഓപ്പൺ ജയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? പുരുഷന്മാരുടെ ജയിലാണ് ഓപ്പൺ ജയിൽ എന്ന് നമ്മൾ പറയുന്നത്. ഇത് വനിതകളുടെ ഓപ്പൺ ജയിലാണ്, അതായത് വനിതാ ഓപ്പൺ പ്രിസൺ കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 2013 നോട്ട് ചെയ്തണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, 1 മാർക്ക് പ്രതീക്ഷിച്ചു. 2013 ആദ്യത്തെ വനിതാ ഓപ്പൺ പ്രിസൺ എവിടെയാണ്? പൂജപ്പുരയിൽ സ്ഥാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ പഠിച്ചു നോക്കുക. 2013 ആദ്യത്തെ വനിതാ ഓപ്പൺ പ്രിസൺ പൂജപ്പുരയിൽ സ്ഥാപിച്ചു. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം അടുത്ത പോയിന്റിലോട്ട് പോകാം. ഇത്രയും ഡേറ്റുകൾ നിങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ വിയ്യൂരിൽ 2019 പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ ഒരു സിനിമയുണ്ട്, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒട്ടുമിക്ക എല്ലാവരും കണ്ടൊരു സിനിമയായിരുന്നു. നമ്മുടെ എന്താണ് ഒരു ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു സിനിമ, മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർ സിനിമ. അതിനകത്ത് മമ്മൂട്ടി ഒരു സിനിമ നടൻ ആവാൻ ആഗ്രഹിച്ച് കുറേ ഗുണ്ടകളുടെ കൂടെ പോയി ചേരുമല്ലേ. അതിനകത്തൊരു ഗുണ്ടയല്ലായിരുന്നു, തലമൂത്തൊരു ഗുണ്ടയല്ലായിരുന്നു നെടുമുടി വേണു പറയത്തില്ല, ഞാൻ വിയ്യൂര് സെൻട്രൽ ജയിലിലാണ് കിടന്നത്, വിയ്യൂര് സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഒത്തിരി ആൾക്കാർ പറയത്തില്ല വിയ്യൂര എന്ന് പറയുന്നത്. അപ്പോൾ വിയ്യൂർ എന്താണ് പ്രത്യേകത? അവിടെയാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് വരുന്നതായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക. അതുകൊണ്ട് എന്താണ് അവിടെ ഹൈ സെക്യൂരിറ്റി വേണം, അതാണ് ഹൈ സെക്യൂരിറ്റി പ്രിസൺ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യണം. നമ്മുടെ മലയാള സിനിമ എല്ലാവരും പറഞ്ഞ നെടുമുടി വേണു പറഞ്ഞ ഡയലോഗ് തന്നെ ഓർത്ത് വെച്ചാൽ, ഞാൻ വിയ്യൂര് കിടന്നവനാ, അല്ല തന്നെ വിയ്യൂര് സെൻട്രൽ ജയിലിൽ ഞാൻ കിടന്നതെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അത് വെച്ച് തന്നെ കണക്റ്റ് ആക്കുക. വിയ്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ കുറ്റവാളികൾ കിടക്കുന്നൊരു സെല്ലാണ് വിയ്യൂര് സെൻട്രൽ ജയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വേണ്ടത്? ഹൈ സെക്യൂരിറ്റി വേണം. അപ്പോൾ പഠിച്ചു നോക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എവിടെയാണ്? വിയ്യൂരിൽ 2019 പ്രവർത്തനം ആരംഭിച്ചു. പരീക്ഷയ്ക്ക് 1 മാർക്ക് ഷുവറാണ്. ഇപ്പോഴേ പഠിച്ചു വെച്ചോ, 1 മാർക്ക് ഉറപ്പിച്ചോളൂ, 1 മാർക്ക് ഷുവറാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എവിടെയാണ്? വിയ്യൂരിലാണ്. 2019 പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ 2019 സംസ്ഥാനത്തെ ആദ്യ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എവിടെയാണ്? വിയ്യൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്ക് ഷുവറാണ്. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി ജയിൽ ട്രെയിനിങ് സ്കൂൾ 1957 പൂജപ്പുരയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ പഠിച്ചു നോക്കണം. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി ജയിൽ ട്രെയിനിങ് സ്കൂൾ 1957 പൂജപ്പുരയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള പഠിച്ചങ്ങ് വെക്കുക. നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷമായിരിക്കുമല്ലോ എന്താണ് ട്രെയിനിങ് സ്കൂളുകളും ജയിൽ വകുപ്പിൻ്റെ സ്കൂളുകളും ഒക്കെ വരുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നില്ല. അപ്പോൾ അതിനുശേഷം സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം 1957 ഒരു ജയിൽ ട്രെയിനിങ് സ്കൂള് പൂജപ്പുരയിൽ സ്ഥാപിക്കപ്പെട്ടു. ക്ലിയർ അല്ലേ? പൂജപ്പുരയിൽ സ്ഥാപിക്കപ്പെട്ടു. അത്രയും കണക്ട് ചെയ്തങ്ങ് പഠിച്ചു വെച്ചു. പിന്നീട് ഇത് 1988 സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷണൽ സർവീസ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് സിക്ക എന്നറിയപ്പെടുന്നത് കേട്ടോ, സിക്ക. അപ്പോൾ പഠിച്ചു നോക്കണം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷണൽ അതോറിറ്റിയാണ് സിക്ക എന്ന് പറയുന്നത് കേട്ടോ, അപ്പോൾ പഠിച്ചു നോക്കണം. അപ്പോൾ 1988 സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷൻ അഥവാ സിക്ക എന്ന് പുനർനാമകരണം ചെയ്തു കേട്ടോ. ഈ ഒരു ട്രെയിനിങ് സ്കൂളിനെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. അതിനുശേഷം 2010 തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ സിക്ക എക്സ്റ്റൻഷൻ സെന്ററുകൾ നിലവിൽ വന്നു. അപ്പോൾ ആദ്യത്തെ സിക്ക എവിടെയാണ് വന്നത്? അതായത്
ഞാനിത് കണക്ട് ചെയ്തങ്ങ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നമ്മുടെ കേരള സംസ്ഥാനം തുടങ്ങിയതിന് ശേഷം ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് വേണ്ടി ഒരു ജയിൽ ട്രെയിനിങ് സ്കൂൾ 1957 പൂജപ്പുരയിൽ സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം 1988 ആകുമ്പോൾ കുറച്ചുകൂടെ അപ്ഡേഷൻസ് ഒക്കെ വേണ്ട. അതിനുശേഷം നമ്മൾ ആ ജയിൽ ട്രെയിനിങ് സ്കൂളിൻ്റെ പേര് മാറ്റി 1988 സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷണൽ അതോറിറ്റി എന്ന് വിളിച്ചു. അതാണ് സിക്ക എന്ന് പുനർനാമകരണം ചെയ്തു. അതിനുശേഷം 2010 നമ്മളിപ്പോൾ സംസ്ഥാനം എല്ലാ ഉദ്യോഗസ്ഥർക്കും തിരുവനന്തപുരത്ത് വന്ന് ട്രെയിനിങ് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പല മലബാർ മേഖലയിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ഇല്ലേ. അപ്പോൾ അതിനുശേഷം 2010 തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ സിക്ക എക്സ്റ്റൻഷൻ സെൻ്ററുകൾ നിലവിൽ വന്നു. അപ്പോൾ സിക്കയുടെ ആസ്ഥാനം എവിടെയാണ്? പൂജപ്പുരയിലാണ്. 1988 സിക്ക എന്ന പേര് പുനർനാമകരണം ചെയ്തത്. 1957 ജയിൽ ട്രെയിനിങ് സ്കൂള് പൂജപ്പുരയിൽ സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം സിക്ക എന്ന പേര് 1988 പുനർനാമകരണം ചെയ്തത്. അഥവാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷണലാണ് അതോറിറ്റിയാണ് സിക്ക എന്ന് പറയുന്നത്. അതിനുശേഷം 2010 തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ സിക്ക എക്സ്റ്റൻഷൻ സെൻ്ററുകൾ നിലവിൽ വന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ജയിലുകളുടെ ഭരണനിർവഹണം 3-4 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യക്ഷേമ പരിപാടികളും ജയിൽ വകുപ്പിൽ നിർവഹിച്ചു കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് നോക്കണേ. അപ്പം പരീക്ഷയ്ക്കപ്പം ചോദിക്കാം, നമ്മൾ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം നമ്മളോട് ജയിലുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യക്ഷേമ പരിപാടികൾക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? 3-4 പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ജയിലുകളുടെ ഭരണനിർവഹണം കൂടാതെ 3-4 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യക്ഷേമ പരിപാടികളും ജയിൽ വകുപ്പ് നിർവഹിച്ചു. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. 1975 നോട്ട് ചെയ്തോണം. 1975 സാമൂഹ്യക്ഷേമ വകുപ്പ് രൂപീകരിച്ച് കൈമാറും വരെ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളായ ആഫ്റ്റർ കെയർ ഹോം, വികലാംഗർക്കായുള്ള റെസ്ക്യൂ ഹോം, അതുപോലെ തന്നെ കെയർ ഹോം, ആഫ്റ്റർ കെയർ ഷെൽട്ടേഴ്സ്, റിമാൻഡ് ഹോം, പ്രൊബേഷൻ ഫോളോ അപ്പ് സേവനങ്ങൾ, റെസ്ക്യൂ ഷെൽട്ടേഴ്സ് തുടങ്ങിയവയുടെ നിയന്ത്രണം ജയിൽ വകുപ്പിനായിരുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. 1975 സാമൂഹ്യക്ഷേമ വകുപ്പ് രൂപീകരിച്ച് കൈമാറും വരെ, അതായത് പുതിയൊരു വകുപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പ് രൂപീകരിക്കുന്നത് വരെ ആ സേവനങ്ങളല്ല. ഏതൊക്കെ സേവനങ്ങളാണ്? സാമൂഹ്യ സ്ഥാപനങ്ങളായിട്ടുള്ള ആഫ്റ്റർ കെയർ ഹോം, വികലാംഗർക്കായുള്ള റെസ്ക്യൂ ഹോം, അതുപോലെ തന്നെ കെയർ ഹോം, ആഫ്റ്റർ കെയർ ഷെൽട്ടേഴ്സ്, റിമാൻഡ് ഹോം, പ്രൊബേഷൻ ഫോളോ അപ്പ് സേവനങ്ങളും റെസ്ക്യൂ ഷെൽട്ടേഴ്സും തുടങ്ങിയവയുടെ നിയന്ത്രണം ജയിൽ വകുപ്പിനായിരുന്നു കേട്ടോ. 1975 വരെ കേട്ടോ. അതിനുശേഷം സാമൂഹ്യക്ഷേമ വകുപ്പ് സെപ്പറേറ്റ് വകുപ്പ് രൂപീകരിച്ചു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. 1953 ഒരു പ്രത്യേക ജയിൽ IG തസ്തിക സൃഷ്ടിക്കുകയും ഏറ്റവും സീനിയറായ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ശ്രീ AV ജോണിനെ ജയിൽ IG നിയമിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ആദ്യത്തെ ജയിൽ IG ആരാണെന്ന് ചോദിക്കാം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജയിൽ IG ആരാണെന്ന് ചോദിക്കാം. അപ്പോൾ ആരാണ്? ശ്രീ AV ജോൺ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 1953 പ്രത്യേക ജയിൽ IG തസ്തിക സൃഷ്ടിക്കുകയും ഏറ്റവും സീനിയറായ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ശ്രീ AV ജോണിനെ ജയിൽ IG നിയമിക്കുകയും ചെയ്തു. അതുവരെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്ന ജയിൽ IGയുടെ ചുമതല സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്നു ജയിൽ IGയുടെ ചുമതല നിർവഹിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. അപ്പോൾ എന്താണോ ഞാൻ ഒന്നുകൂടെ പറയാം. 1953 പ്രത്യേക ജയിൽ IG തസ്തിക സൃഷ്ടിക്കുകയും ഏറ്റവും സീനിയറായി സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ശ്രീ AV ജോണിനെ ജയിൽ IG നിയമിക്കുകയും ചെയ്തു. അതുവരെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്ന ജയിൽ IGയുടെ ചുമതല നിർവഹിച്ചിരുന്നത് കേട്ടോ. അതുവരെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്നു ജയിൽ IGയുടെ ചുമതല നിർവഹിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 1981 ഡേറ്റ് ഓർക്കണേ. 1981 മേഖലാ സംവിധാനം രൂപീകരിക്കുകയും കോഴിക്കോട്, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ AI അഡീഷണൽ IG ആണ് AIG തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തി. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആസ്ഥാന കാര്യാലയം ആയിരുന്ന ദക്ഷിണ മേഖലയുടെ ചുമതല നിർവഹിച്ചിരുന്നത്. 2000 നോട്ട് ചെയ്തോണേ. 2000 AIG തസ്തിക ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയി ഉയർത്തി കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1981 മേഖലാ സംവിധാനം രൂപീകരിക്കുകയും കോഴിക്കോട്, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ AIG അഡീഷണൽ IG ആണ് AIG തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തി. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിരുന്നു ദക്ഷിണ മേഖലയുടെ ചുമതല നിർവഹിച്ചിരുന്നത്.
AIG തസ്തിക ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയി ഉയർത്തി കേട്ടോ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. 1894 നോട്ട് ചെയ്തോണം. 1894 ഇന്ത്യൻ പ്രിസൺസ് ആക്ട് 1950 ട്രാവൻകൂർ കൊച്ചിൻ ആക്ട് എന്നിവയെ ആധാരമാക്കി 26/8/1958 നോട്ട് ചെയ്തോണേ. 26/8/1958 കേരള പ്രിസൺസ് റൂൾസ് നിലവിൽ വന്നു. തുടർന്ന് 2014 ആധുനിക തെറ്റുതിരുത്തൽ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ചട്ടങ്ങൾ 2014 നിലവിൽ വന്നു. ഈ ചട്ടങ്ങൾ 2010 കേരള പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് അടിസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളവയാണ് കേട്ടോ. അപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. 1894 ഇന്ത്യൻ പ്രിസൺ ആക്ട് 1950 ട്രാവൻകൂർ കൊച്ചി ആക്ട് എന്നിവയെ ആധാരമാക്കി 26/8/1958 കേരള പ്രിസൺസ് റൂൾസ് നിലവിൽ വന്നു. തുടർന്ന് 2014 ആധുനിക തെറ്റുതിരുത്തൽ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ചട്ടങ്ങൾ 2014 നിലവിൽ വന്നു. ഈ ചട്ടങ്ങൾ 2010 കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് അടിസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ആദ്യം ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കാണുമോ. എത്രയും വട്ടം റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്നു അത്രയും വട്ടം നിങ്ങളുടെ ഈ ഓർമ്മയിലോട്ട് ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം എത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇനി നമ്മൾ പ്രിസൺ ഓഫീസറിൻ്റെ ഫുൾ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ടോപ്പിക്സും കവർ ചെയ്യും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ബാക്കിയുള്ള കൂട്ടുകാർ കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരുന്നതാണ്. ആ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് ഇടുന്നതായിരിക്കും, നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സ്. അപ്പോൾ ഇനി നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ മുഴുവൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഇതുവരെ ക്ലാസ് കണ്ട നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.